നമ്മുടെ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണിത്. രാവിലെ തന്നെ വണ്ടി കുൽഗേരിയിൽ നിർത്തി. അവിടെ അടുത്തുള്ള പള്ളിയില് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഫ്രഷായി പല്ല് തേച്ചു, ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ പലതും. രാവിലെ തന്നെ നമുക്ക് നല്ല നെയ്ച്ചോറും കോഴിക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുഭിക്ഷമായ ഭക്ഷണം. കുട്ടികളും ഉസ്താദുമാരും എല്ലാവരും നല്ല റാഹത്തായി കഴിച്ചു. അപ്പോഴാണ് പ്രോട്ടീന്റെ പെട്ടിനകത്ത് ഷുഗർ കാണുന്നത്. ദീർഘകാല ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പരിമിതമായ മധുരമാണ് കേട്ടോ. റോഡ് സൈഡ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമ്മളിനി പോകുന്നത് അൽമാട്ടി ഡാമിലേക്കാണ്. നിങ്ങൾ ഈ ദൂരെ കാണുന്ന ഡാം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഡാം. 11,000 രൂപ ചെലവാക്കി കുളിക്കാൻ വേണ്ടി മാത്രം അവിടെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്തു. പൈസ പോട്ടെ, വൃത്തി വരട്ടെ എന്ന ഉസ്താദിന്റെ ഒരു തിയറി തന്നെ. നമ്മുടെ ലോഡ്ജിന്റെ പിന്നിലുള്ള സ്കൂളിലേക്കുള്ള വഴിയായിട്ട് നിങ്ങൾ ഈ കാണുന്നേ. നമ്മളെ വഴിനെക്കാട്ടി എത്രയോ ബെറ്റർ അല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെ 2 പൊറോട്ടയും കടലക്കറിയും കഴിച്ച് നമ്മൾ നേരെ ഡാമിലേക്ക് തിരിച്ചു. എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഞാൻ മുഹമ്മദിനോട് ക്യാഷറാവാനാ പറഞ്ഞ. അവൻ അങ്ങോട്ട് ജീവിച്ചിട്ട് മെറുക്കാണ്. പാലിത്തങ്ങള് ദേ അവിടെ നോക്കൂ, ഒരു തേനീച്ചക്കൂട്. ഇതാണ് നമ്മുടെ ബിലാൽക്ക. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ കട്ട ചങ്ക്. ജവാദ് പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അവനെന്തൊക്കെ പറയുന്നുണ്ട്, അല്ലാഹു അഅലം. ഇനി നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരും. ആ പ്രകൃതികളും ആ നിർമ്മിതികളൊക്കെ ഒന്ന് ആസ്വദിക്കും. വഴി തെറ്റിയാലും തലവെഴുതി എന്ന പാഠമാണ് ജാഫർ നമുക്ക് പഠിപ്പിച്ചത്. ഡാം ഒഴികെ ബാക്കി എല്ലാം കണ്ടു. അപ്പോഴാണ് ആരോ പറഞ്ഞ്, നിങ്ങൾ ആ മതിലുമ കരങ്ങൾക്ക് ഡാം കാണാന്ന്. അതിനുള്ള ഓട്ടാട്ടങ്ങൾ ഈ കാണുന്നേ. അപ്പോഴേ ഞാൻ ഷാഫിസാണ് വെറുതെ ചോദിച്ചു, അല്ല സാർ, നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അപ്പൊ ഉസ്താദിന്റെ മറുപടി നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഉസ്താദ് പറയാണ്, ഇത്രയൊക്കെ മനോഹരമായ രീതിയിൽ അള്ളാഹുവിന് ദുനിയാവ് നിർമ്മിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വർഗം എത്രത്തോളം മനോഹരമായിരിക്കും. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. ഈ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോഴേ അത് വേറൊരു ഫീലാണ്. അത് അനുഭവിച്ചവർക്കറിയാം എന്തുമാത്രം രസമാണ്. അതിനുശേഷം ഷാഫീസ് നമുക്കൊക്കെ കൂൾ ഡ്രിങ്ക്സ് വാങ്ങി തന്നു. ഹാവ്, അത് വേറൊരു ഫീലാണ്. ഇതിന്റെ പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ. സോ stay tuned and keep following, inshallah.